നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് അല്ലേ, ശനിയാഴ്ചത്തെ ഇന്ന് നടന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു അഭിപ്രായ വീഡിയോ ആണ് അല്ലേ വിധു? എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ സർപ്രൈസ്ഡ് ആയി. ചില കാര്യങ്ങൾ നമ്മൾ സർപ്രൈസ്ഡ് ആയി. എനിക്ക് സർപ്രൈസ് ഉണ്ടായില്ല. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഇൻ ടോട്ടൽ ആദ്യത്തെ ഞാൻ ഇങ്ങനെ സമയം നോക്കുമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ യാത്രയിലാണ് എപ്പിസോഡ് കണ്ടിട്ടോ. ഞാനിങ്ങനെ സമയം നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു മണിക്കൂർ 9:57 വരെ ഞാൻ നോക്കുന്ന സമയത്ത് 9:57 വരെ ഏകദേശം ഒരു നഴ്സറി സ്കൂൾ ബോറിംഗ് എപ്പിസോഡ് വരെ തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുള്ളൂ. അത് പക്ഷെ എന്താ അറിയോ, ഇപ്പൊ ഈ ഫസ്റ്റ് കുട്ടിയുടെ വിചാരിച്ച പോലത്തെ ഒരു ഭയങ്കര എപ്പിസോഡ് ആവില്ല. ബിഗ് ബോസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു 1 വീക്കിലൊന്നും ഒന്നും ആയിട്ടില്ല. ഇതൊന്നും അല്ല, കുറച്ച് കഴിഞ്ഞാലും ഇത് ഇവരൊക്കെ പാടെ ഇപ്പൊ ഓവറായിട്ട് ഇപ്പൊ തന്നെ സ്മാർട്ടായിട്ട് ഭയങ്കര കളിക്കാനേ. സത്യം ശരിയാണ്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താവും ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചറിയുണ്ടാവും. പക്ഷെ അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് അല്ലേ വിധു? ഞാൻ സംസാരിച്ചില്ലേ, നമ്മൾ ആ സമയം എന്തുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആവാൻ കാരണം അറിയോ? ഇതിപ്പോൾ രേണുവിനെ പറഞ്ഞു അങ്ങനത്തെ കാര്യം കൊണ്ടല്ല ഹാപ്പി. രേണു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. ഈ പ്രവൃത്തി ചെയ്തതിന്റെ ദോഷം ആ കണ്ടസ്റ്റന്റിന് മാത്രമല്ല, ആ ദോഷം വരുന്നത് ആ ഷോയ്ക്കാണ്. സീരിയസ്ലി അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഷോയ്ക്ക് മാത്രമല്ല, ഈ ഷോയുടെ നിലനിൽപ്പ് കാരണം നിലനിന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഷോ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിസിനസ്സാണ് അല്ലേ? ഇതൊരു ബിസിനസ്സായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ ബിസിനസ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനോട് ചുറ്റും നിൽക്കുന്ന ഒരുപാട് എന്താ പറയുക, നമ്മളങ്ങനെ പറയില്ലേ, ചുറ്റും നിൽക്കുന്ന എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീരി അങ്ങനെയൊക്കെ പറയില്ലേ, ചുറ്റും നിന്ന് പോകുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, അഡ്വർടൈസിങ് കമ്പനീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കാണുന്ന നിങ്ങൾക്ക് തന്നെ ഈ സമയത്ത് ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. എസ്പെഷ്യലി ഒരു കണ്ടസ്റ്റൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയാം, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഏകദേശം 1,00,000-ന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ്. സീരിയസ്ലി എൻ്റെ വീഡിയോക്ക് ഒരുപാട് ഷെയർ പോയി. പല ആൾക്കാരും ഇതെടുത്ത് റീപോസ്റ്റ് ചെയ്തു. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്തതിനിടയ്ക്ക് ഇതിനോട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഈ പല വീഡിയോസും റിലേറ്റഡ് ആയിട്ട് വരും. അങ്ങനെ വന്നിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ വീഡിയോ അത് എനിക്ക് വന്നിട്ടുള്ള വ്യക്തി ജെനുവിൻ ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്ട്രെസ് കൊടുക്കാറില്ല. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും വരുന്നതാണ്. ജെനുവിൻ ആണോ എന്നറിയില്ല. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ പറയാത്ത രീതിയിലത്തെ തോന്നുന്ന ഒരു കമൻറ്റ് എനിക്ക് പറഞ്ഞ ഒരു കമൻറ്റ്, എനിക്കൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായത്തിൽ മാത്രമല്ല, ഈ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അവർ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് ഏഷ്യാനെറ്റിനായിട്ടും ഇതിൻ്റെ സംഘാടകരായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ബ്രോൻ്റെ ഈ വീഡിയോ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഇത് എടുക്കും എന്ന് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ ഞാനത് സീരിയസ്ലി തള്ളിക്കളഞ്ഞൊരു സംഭവം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് പറയാൻ അറിയോ, ലാലേട്ടൻ ഇന്ന് അവിടെ പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ പല കാര്യങ്ങളും എക്സാക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു സംഭവമാണ്. സീരിയസ് ആയിട്ട് ഇത് കേട്ട സമയത്ത് ഒറ്റയടിക്കുള്ള കുട്ടേട്ടൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണല്ലോ. സീരിയസ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇനി അത് വിചാരിക്കേണ്ട കേട്ടോ, അതിപ്പോൾ അതല്ല, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അതിന് പറഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് ആ പൂജാരി എന്നുള്ള വാചകവും കാര്യങ്ങളും ഒക്കെ കമൻറ്റ്, ആ വായിച്ചിട്ടുള്ള കമൻറ്റ് പോലും എനിക്ക് കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ തിരഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. പിന്നെ അതിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്തു പറഞ്ഞു. ഞാൻ വേറെ ആരും പറഞ്ഞ് കേട്ടില്ല കേട്ടോ. എൻ്റെ അതിൽ ഞാൻ വേറെ ആരും പറഞ്ഞ് കേട്ടില്ല. ഞാൻ വേറൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് സാധാരണഗതിയിൽ 8ൻ്റെ പണിയാണല്ലോ, പണി എന്ന് പറയുമ്പോൾ 8ൻ്റെ പണിയാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് തരുന്നത് ഒരു 7ൻ്റെ പണിയാണ്. സ്വാഭാവികമായിട്ടും അതൊരു 8ൻ്റെ പണിയായിട്ട് മാറുന്നത്. 7ൻ്റെ പണി ബിഗ് ബോസിൻ്റെ വകയും ഒരു പണി രേണുസുധിയുടെ വകയും ഇതും കൂടി കൂട്ടിയിട്ട് 8ൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ ചാനലായിട്ടുള്ള നമ്മളെ 3rd ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. അതായത് അതാണ് ഞങ്ങൾക്കുള്ള പണിയാണോ ചോദിച്ചോന്നില്ലേ, എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നല്ല കേട്ടോ, പൊതുവേ ഞാൻ പറയാൻ കാരണം ഞാൻ രേണുവിൻ്റെ കേസാണ് സംഗതി പറഞ്ഞുകൊണ്ടിരുന്നത്. രേണുവിൻ്റെ പിന്നെ ഈ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. എലിമിനേഷനിൽ വരുമോ ഇല്ലേ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പോണതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. അത് വളരെ വളരെ മോശമായിട്ടുള്ള സംഭവം. മോശമായി. പക്ഷെ അത് ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് അടിപൊളിയായിട്ടാണ് ചോദിച്ചതും. അത് ചോദിക്കുക മാത്രമല്ല,
അത് കാണിച്ചിട്ട് കൊടുത്തു. എല്ലാരും കണ്ടു, എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ മുഖം എന്തോ പോലെ ആയിരുന്നു. ഇത് ചീത്ത പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ, ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം. അതാണ് ഞാൻ ഈ ആദ്യം ഒരു ഇൻട്രോ കൊടുത്തിട്ട് പറഞ്ഞത്, ഷോനെ നശിപ്പിക്കരുത്, ഷോന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പാടില്ല. അതാണ് രേണുസുധിയുടെ ആ വീഡിയോ കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ചോദിച്ചത് ആരാണ് ഇവർക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്? ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പൊ രേണു അതിന് ശേഷം അതിനുശേഷം അതും ഷോ ഈവൻ എനിക്കതാ പറഞ്ഞത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഈ കാര്യം പറഞ്ഞ സമയത്ത് എന്നെ ഒരുപാട് പേര് വന്ന് കുറ്റപ്പെടുത്തി. ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് എവിടെ നിന്നില്ലാത്തപ്പോൾ രേണുവിന് കുറേ സപ്പോർട്ടുകൾ വന്നു, പല കാര്യങ്ങളും പറഞ്ഞു, പല മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ എഴുതി, കുഴപ്പമില്ല നിങ്ങൾ എഴുതിക്കോളൂ, യു ഹവ് ഗോട്ട് ദ ഫ്രീഡം ടു റൈറ്റ്, നോ പ്രോബ്ലം. പക്ഷേ ഒരു കാര്യം സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ലാലേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും സ്റ്റിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റ് രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റ് വീണ്ടും ക്യാമറയുടെ മുന്നിൽ ചെന്നിരുന്നിട്ട് എന്ത് ഗിമ്മിക്കാണ് കാണിക്കുന്നത്? എന്തൊക്കെ എന്താ വിധു ഇത്? എനിക്കറിയില്ല, ചിലപ്പോൾ വിധു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കത് ദിസ് ഇസ് ഷോ ആയിട്ട് തോന്നുകയാണ്. എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നത്? ജെന്വിനായിട്ട് ഒരു മനുഷ്യൻ, എനിക്കറിയില്ല കേട്ടോ ഇവരൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരാണോന്ന് അറിയില്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഷോ സം മെച്യൂരിറ്റി യാർ, അല്ലേ? അറ്റ്ലീസ്റ്റ് ഷോ സം ബ്ലഡി മെച്യൂരിറ്റി. ഇതാണോ ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട്? ദാറ്റ് ഇസ് ഓൾസോ ഫാബ്രിക്കേറ്റഡ്. നിങ്ങൾ അഭിപ്രായം പറയൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കസിനാണ് ഇത് ചെയ്തത് തോന്നുന്നുണ്ടോ? ഇവരറിയാതെ ഞാൻ എൻ്റെ കസിനെ ഏൽപ്പിച്ചതായിരിക്കാം, പക്ഷേ രേണു അറിയാതെ ഒരു കസിൻ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. ഇനി എന്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അറിയാതെ പറഞ്ഞില്ല, ഇതെല്ലാം കസിൻ്റെ തലയ്ക്ക്. ഞാൻ വേറൊരു സംഗതി കമന്റിലൂടെ കേട്ടു, സത്യമാണോ എന്നുള്ള അറിയില്ല. ഇവരുടെ അക്കൗണ്ട് കംപ്ലീറ്റ് നോക്കുന്നത് ഒരു പെർട്ടിക്കുലർ ചാനലാണെന്നുള്ളതും, രണ്ടാമത്തെ കേസ് പ്രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ കൂടെ നടക്കുന്ന ആൽബത്തിൽ അഭിനയിക്കുന്ന ആ പയ്യന് ഇതിലൊരു കൈയുണ്ടെന്നും പറഞ്ഞു. ഇനി അതാണോ രേണു ഉദ്ദേശിച്ചെന്നുള്ള എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എനിക്ക് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് മെസ്സേജ് അയച്ച് ഭീഷണി വന്നതിൽ ഒരു ഭീഷണി എന്തായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് രേണുവിൻ്റെ വീഡിയോ എടുത്തതിന് കോപ്പിറൈറ്റ് തരുന്നതായിരുന്നു. നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് വേറെയും മോണിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലുണ്ട്, ദൈവം സഹായിച്ച് എങ്ങനെയോ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതോടുകൂടി നിർത്തുന്നില്ല എന്നുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ചാനലിൽ ഇങ്ങനെ എൻ്റെ കോപ്പിറൈറ്റ് കിട്ടുന്നു. ഞാൻ ഇതിനോട് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചു, ഇങ്ങനെ കോപ്പിറൈറ്റ് തരും എന്നുള്ള ഭീഷണിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരിക്കലും ഈ പറഞ്ഞിട്ടുള്ള സംഭവം ഇത് വളരെ മോശമാണ്. ഹിന്ദി ബിഗ് ബോസിൽ ചെയ്തിട്ടുണ്ട്, ഋഷി ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട് എന്ന സംഗതികളൊക്കെ കണ്ടു. പക്ഷെ അവിടെ ഒന്നും ബിഗ് ബോസ് ഇടപെട്ട് സംസാരിക്കുന്നത് കണ്ടില്ല. പ്രത്യേകിച്ച് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു. ബിഗ് ബോസിൽ ഇത് ആദ്യമായിട്ടാണ് ഉള്ളിൽ കയറിയിട്ട് മുമ്പേ ഇത് വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ എവിടെയും ആദ്യമായിട്ട് മലയാളത്തിൽ. പക്ഷെ കമന്റുകൾ വന്നു, ഇത് ഋഷി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ കമന്റ്സ് വന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ദിസ് ഇസ് ലൈക്ക് ബിഗ്, അത് വളരെ മോശമായിട്ടുള്ള കാര്യം. പക്ഷെ അത് ശരിയായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും, ഞാനും കണ്ടിട്ടില്ല, ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല നമുക്ക്. എന്തായാലും അത് ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്, സാധാരണ സംസാരിക്കുന്ന സംഭവമല്ല, വളരെ ഗൗരവകരം. ഗൗരവം എവിടെ വരുന്ന അറിയുമോ? ആ ഷോനെ ഓൾറെഡി ഇതിന് ഭയങ്കര ചീത്തപ്പേരാണ്. ഈ ഷോനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഈ ഷോ സീസൺ വരാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇതിനെ വളരെ മോശമാക്കിയിട്ട് കിടക്കുക. കഴിഞ്ഞ ദിവസം സൂരജ് പാലക്കാരൻ്റെ ഒക്കെ വീഡിയോ കണ്ടു, എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട്. സി ഇഫ് യു ഡോണ്ട് ലൈക്ക് ദിസ് ഷോ കാണാതിരുന്നൂടെ? നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഞങ്ങൾക്ക് പോയി ഷോ അതുപോലെ ചോദിക്കൂട്ടോ, നിങ്ങൾ ഇതൊക്കെ കാണുമോ സമയങ്ങള് കാണണ്ട, നമ്മളൊക്കെ വളരെ ഇത് നമ്മൾ ഈ ഷോ കാണുന്ന ആൾക്കാരെയൊക്കെ ഇപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല, ആൾക്കാരെയൊക്കെ വളരെ മോശം എന്തോ ഒരു വൃത്തികെട്ട വർഗ്ഗങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഷോ ഞാൻ കാണാറില്ല, എന്നാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യാം, അറിയാനും താല്പര്യമുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, ഈ ഷോനെ സ്നേഹിച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇത് മുന്നോട്ട് പോകണം, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, അല്ലേ? അതാണ് ഇപ്പോൾ അവിടെ രേണുവിൻ്റെ ഇഷ്യൂ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കേസുള്ളത്, പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു സംഗതി ആയതുകൊണ്ടോ പറഞ്ഞത്. രണ്ടാമത് ലാലേട്ടൻ്റെ അടിപൊളിയായിരുന്നു, സൂപ്പർ, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ചന്തണ്ടായിരുന്നു. 63 വയസ്സ് 64 വയസ്സുള്ള ചെക്കൻ സംസാരിക്കുന്നല്ലേ, തോന്നുന്നുണ്ടല്ലോ ലാലേട്ടൻ അടിക്കാൻ ആളുണ്ട്. എന്താ ഇത് ഒരു ഡയലോഗ് സംസാരിച്ചാലോ അടുക്കളനെ കുറിച്ച് ഒനീൽ സാബുവിനോട് സംസാരിച്ചിട്ടുണ്ട്. അടുക്കള എന്ന് പറഞ്ഞാൽ എല്ലാം അടുക്കി വെക്കുന്ന ഒരു കള, എന്ത് രസമായിട്ടാ സംസാരിക്കുന്നില്ലേ? എനിക്ക് ഇപ്പൊ തന്നെ ഗൂസ് ബംസ് അറിയോ. ഈ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറയല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ട, പക്ഷെ അതുകൊണ്ട് പറയല്ല, എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട്. സംസാരിക്കാൻ അറിവ് വേണം, അത് നല്ലൊരു അറിവുണ്ട്. പിന്നെ എന്താ പറയുക,
അവിടെയുള്ള കണ്ടസ്റ്റൻസിന് പോലും ഇല്ലാത്തൊരു സംഭവം ലാലേട്ടനുണ്ട്, റെസ്പെക്ട്. അതായത് ഞാൻ എപ്പോഴും വിചാരിക്കും മറ്റൊരു സംസാരിക്കുമ്പോൾ ആ റെസ്പെക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസിന് തിരിച്ച് ആ റെസ്പെക്ട് ഇല്ല. അത് പറയുന്ന സാഹചര്യം അനുസരിച്ചും നമ്മളെ പെരുമാറ്റം അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ആരോടും പെരുമാറുമ്പോൾ റെസ്പെക്ട് കാണിക്കുമല്ലോ. അത് ലാലേട്ടനെ കണ്ട് പഠിക്കണം തോന്നുന്നു. ഇത് ഈ പിന്നെ തുടരും സിനിമയുടെ സെറ്റിൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്തിട്ട് ഒരാൾ ചവിട്ടിട്ടിട്ട് അവനെ തൊട്ടുകലയിൽ വെക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറയാം, എനിക്ക് ഉള്ളിൽ ഭയങ്കര കോരിതരിപ്പ് തോന്നി. ഇന്ന് ലാലേട്ടൻ അടുക്കളയെ കുറിച്ച് അനിൽ സാബുവിനോട് പറഞ്ഞിട്ടുള്ള സംഗതി കേട്ടപ്പോൾ ഒരു രക്ഷിതാവ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നു അല്ലേ. സീരിയസ്ലി മൂപ്പര കഴിഞ്ഞിട്ടുള്ളൂ വേറൊരാണ്. അത് നമ്മളെ മലയാളികളുടെ സീരിയസ് ആയിട്ട് നമ്മളെ മലയാളികൾക്കുള്ള ഒരു സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. മമ്മൂക്കി അതെ, എല്ലാവരും അതെ, ഇനിയിപ്പോൾ അത് അങ്ങനെ പറഞ്ഞായിരിക്കണ്ട. ഓക്കെ, അപ്പോൾ ഒന്നത്. രണ്ടാമത് ചാനലിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ അക്ബറിൻ്റെ കേസ് ഒരുപാട് പേര് അതും ഇതിൽ ചോദിച്ചത് നന്നായി. കാരണം ഇല്ലേച്ചാല് ഇതും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതൊരു നല്ല കാര്യമല്ല അക്ബർ ചെയ്തത്. ഇനി എത്രത്തോളം നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ബിഗ് ബോസ് ആണ്, അങ്ങനെ ഉണ്ടാവും. അതിന് പിന്നെ അതില് ഒരു കാര്യം പറയട്ടെ, കുട്ടിയുടെ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഞാനും വീഡിയോയിൽ പറഞ്ഞ കാര്യം കുട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യം സെയിം ആണ് ബിന്നി പറഞ്ഞത്. അക്ബർ പറഞ്ഞത് ശരിയല്ല, അക്ബർ വിളിച്ചത് ശരിയല്ല. പക്ഷെ അതിന് പ്രതികരിക്കേണ്ടത് നമ്മളോ അവിടെയുള്ള കണ്ടസ്റ്റൻസും അല്ല. അത് ആ വിളി കേട്ട ആള് പ്രതികരിക്കണമായിരുന്നു എന്ന് ബിന്നി പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ബിന്നി കുറച്ച് നല്ലോണം ഗൗരവത്തോടെ ചിന്തിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില. അപ്പൊ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. അന്ന് രേണു പ്രതികരിച്ചില്ല. രേണു പിന്നെ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ ശരിക്കും ആ വിളി മോശമായിരുന്നു. അതിന് താക്കീത് കൊടുത്തത് ലാലേട്ടൻ നന്നായി. പിന്നെ ഒരു ശിക്ഷ എന്ന് പറയാൻ മാത്രം ശിക്ഷ ഒന്നും കൊടുത്തിട്ടില്ല. ശിക്ഷ എന്ന് പറയാം, അത് ശിക്ഷ 1 വീക്ക് കൊണ്ട് എന്താ പറയാ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതിപ്പോ എത്ര സിമ്പിൾ അല്ലേ. ഇതൊരു ചർച്ചാ വിഷയം ആവുമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ സംസാരിച്ച പോലെ തന്നെ അവിടെ രേണു അത് ഇഷ്യൂ ആക്കിയിരുന്നെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ആണ് രേണുവിന്. സീരിയസ്ലി രേണു എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരാഴ്ചയിലുള്ള ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. അതുപോലെ ചെയ്യാൻ പാടില്ല. ഈ ഷീസ് എ ബിഗ് ഒരു ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റ് ആണ്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. അത് ഞാൻ പിന്നെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. ഇത് ഫസ്റ്റ് ഈ ഒരു ഇഷ്യൂ പറഞ്ഞപ്പോൾ പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ മുൻകൂട്ടി അറിയുന്ന സംഭവങ്ങളൊന്നും പുറത്ത് പറയാറില്ല. ഇത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പോലും പുറത്ത് പറയാറില്ല. പല കാര്യങ്ങളും പല രീതിയിലൊക്കെ നമ്മൾ അറിയും. അതെന്താണെന്ന് വെച്ചാൽ ആ ഷോയ്ക്ക് ഒരു ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് റിവീൽ ചെയ്യുക. ശരിയാണ്, അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ അത് കോണ്ടൻ്റാണ്, അത് ചിലപ്പോൾ കയറിപ്പോവായിരിക്കാം. പക്ഷെ എന്താ വെച്ചാൽ ആ ഷോനൊരു അതിനോട് നമ്മൾ പുലർത്തേണ്ട ഒരു നീതിയില്ലേ. ആ ഷോനെ സ്നേഹിക്കുന്ന ആൾക്കാരെ ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള തംബ്നെയിലുകളും പരിപാടികളും വെച്ചിട്ട് പോട്ടെ, എന്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഒന്നത് പിന്നെ അടുത്തുള്ള കേസ് ഈ പേര് കേസിന്റെ ഫുൾ പേര് അതേപോലെ മോശം പേര് വിളിച്ച ആൾക്കാരായിരുന്നു. ആദില നൂറ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദില നൂറയോട് പറഞ്ഞു കേട്ടോ, അത് ഇത്ര വലിയ നല്ല പേരാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഒന്ന് ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചു. അല്ല, ഞാൻ എൻ്റെ കേസിൽ ഞാൻ അതിനെക്കുറിച്ച് രേണുവിനെ കളിയാക്കിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അത് കഷ്ടമായിപ്പോയി. ആ വിളിച്ചത് കഷ്ടമായിപ്പോയി. പക്ഷെ ഞാൻ അതിനെ ഒരു ഫണ്ണാക്കിയിട്ടാണ് ചെയ്തത്. ഞാൻ ഫണ്ണാക്കിയിട്ട് ആദ്യം വീഡിയോ ചെയ്തത്. രണ്ടാമതൊരു കംപ്ലൈൻറ്റിൻ്റെ ഇഷ്യൂ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ്. ആ ഷോ ആണെന്നുള്ള കാര്യം എല്ലാവരും മറക്കുന്നുണ്ട്. അതിൽ ലാലേട്ടനോട് ഓർമ്മിപ്പിച്ചു ബിന്നി പറഞ്ഞ കേസിൽ ഇതൊരു ഷോ ആണ്. പനീഷിൻ്റെ കേസിൽ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അത് പലരും മറക്കാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കേസ് അടുത്തത് ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ പേഴ്സണലി ചർച്ച ചെയ്യാനുള്ള വിഷയം വെച്ചാൽ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. ഞാൻ BP ഉള്ള ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് BP ഉണ്ട്. ഉറക്കം കുറവായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം ഞാൻ തമാശയ്ക്ക് ചോദിക്കും കേട്ടോ, കുട്ടിയേട്ടൻ ബിഗ് ബോസ് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നോട്. ആരും അറിയാത്ത ആൾക്കാരായാലും നമ്മൾ വീട്ടിലുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ ചോദിക്കില്ലേ, നിന്നെ ബിഗ് ബോസിൽ വിളിച്ചാൽ നീ പോ, അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ചാൽ അങ്ങനെ കൂടുതൽ. അതെ, അല്ലാണ്ട് എന്നെ വിളിച്ചിട്ടല്ല. വിളിച്ചാൽ പോകുമ്പോ ഒരിക്കലും പോവില്ല. കാരണം എന്താന്ന് വെച്ചാല് ആൾക്ക് BP രാവിലെ മരുന്ന് കഴിക്കണം. ഇപ്പൊ ഉറക്ക പ്രശ്നമൊക്കെ നന്നായിട്ട് എഫക്ട് അപ്പൊ അത് കൂടും. ഹെൽത്ത് ഇഷ്യൂ. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഷാനവാസ് അതേ സെയിം ഇതിൽ പോണ ആളാണ്. അതാണ് വീട്ടുകാർക്ക് ടെൻഷനായിട്ട് വിളിച്ചോണ്ടിരുന്നു തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ ഗെയിം ആവുമ്പോ ഇനി അത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവരിങ്ങനെ ടെൻഷൻ അടിച്ച് കുറെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ
ഏഷ്യാനെറ്റ് അതൊരു സുഖമില്ല, അത് കാണുന്നവർക്കും ഒരു സുഖമില്ല. അപ്പൊ ആ വീട്ടുകാരുടെ കൺസേൺ, അവര് നമ്മളെ ഈ വീഡിയോ ചിലപ്പോൾ ഒരു പക്ഷെ കാണുമായിരിക്കാം, സമാധാനമായി കാണും. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് സമാധാനമായി കാണുന്ന പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആരോടും മുണ്ടാതെ ഷാനവാസിനെ വിളിച്ചിട്ട് ഇത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഷോന്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ തന്നെ ജാസ്മിന്റെ ഒപ്പം വിളിച്ചിട്ട് അവിടെ സംസാരിച്ചു എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, നമ്മളെ കറണ്ട് പോയി, ഒരു മിനിറ്റ് ക്ഷമിക്കണം, സോറി, നമ്മുടെ ലൈറ്റ് ഒന്ന് പണി മുടക്കിട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷാനവാസിന്റെ കേസ്. ഇത് എന്ത് സംഗതി സംഭവിക്കും വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഷോയ്ക്ക് ഒരു സുഖമുള്ള കാര്യമല്ല. ആ ഷോ അതിൻ്റെ ഒരു ഗെയിം ഷോ അല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രെങ്ത്തിൽ പോകണമെന്നേ ഉള്ളൂ. വീട്ടുകാർക്ക് എപ്പോഴും എല്ലാവരും വീട്ടുകാർക്കും വിഷമവും കാര്യങ്ങളും ആകാംക്ഷയൊക്കെ ഉണ്ടായിരിക്കും. വിളിച്ചെടുത്തോണ്ട് അവർക്കും സമാധാനമായി. പിന്നെ എനിക്ക് തോന്നുന്നത് അതെന്താ വെച്ചാൽ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളിൽ കൂടി നടക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പിന്നെ അടുത്ത കേസ് നമ്മൾ എഴുതിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്രാവശ്യം കണ്ടസ്റ്റൻസിന് കുറച്ച് ബഹുമാനക്കുറവ് ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? ലാലേട്ടനോടും ബിഗ് ബോസിനോടൊക്കെ ചെറിയൊരു ബഹുമാനക്കുറവ് ഇല്ലായ്മ കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല, ബിഗ് ബോസിനോടുണ്ട്. ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കാറേ എപ്പോഴും ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ബിഗ് ബോസ് വിളിച്ചാലും പറഞ്ഞാലൊന്നും ആദ്യമൊന്നും കേൾക്കുകയില്ല, ആൾക്കാരെ പേര് പറയുന്നില്ല. പക്ഷെ ലാലേട്ടനൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒരു ബഹുമാനം കൊടുക്കാൻ തോന്നുക. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാരെ പേരൊന്നും പറയുന്നില്ല. പൊതുവെ എല്ലാവർക്കും ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോ അല്ലേ, നമുക്ക് സ്ക്രീനിൽ കാണുമ്പോ തന്നെ ഭയങ്കര. അപ്പൊ ആ സിറ്റുവേഷനിൽ മൂപ്പര് ഫോൺ ചെയ്യുക, മൂപ്പരെ കോള് വരിക, അല്ലെങ്കിൽ അയാൾ ആരോടെങ്കിലും സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പിന്നെ അടുത്ത് അക്ബറിന്റെയും ശരത്തിന്റെയും ഗ്യാങ് ചെറിയ ചെറിയ കാര്യങ്ങൾ, അധികം കാഠിന്യം ഉണ്ടായിരുന്നില്ല. ആ ഗിസേലിന്റെ ബാഗ് ഗിസേൽ ഒന്നും മുഴുവൻ കൊടുക്കാൻ പറ്റി. പക്ഷെ ഗിസേലിനോട് എന്തോ ഒരു ക്വാളിറ്റി ഇല്ല പോലെ തോന്നാറുണ്ട്. ഗിസേലിന് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിധം. പിന്നെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്, ഇനി പറഞ്ഞാൽ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനെൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഞാനോട് പറഞ്ഞിട്ടില്ല, ഇത് ഒരുപാട് കോസ്മെറ്റിക് സർജറി ചെയ്തൊരു വ്യക്തിനെ പോലെ തോന്നുന്നുണ്ട് അവരെ കണ്ട, അവരെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഇഞ്ചക്ഷൻസും കാര്യങ്ങളും 34 വയസ്സുണ്ടായിന്, 34 മേലുണ്ടെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ഈ ഫേസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കാം, വോട്ടെവർ. പിന്നെ ആദില നൂറയുടെ ആ ഒരു വിഷയം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഗിസേലിന്റെ ബാഗ് അറിയില്ല എന്താണ് അതിന്റെ സ്ഥിതി, അറിയില്ല. നാളെ എലിമിനേഷൻ ഉണ്ടോ ഇപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ എലിമിനേഷൻ ഉദ്ദേശിച്ചപ്പോൾ ഗിസേലിനെ ആയിരിക്കും, എന്നിട്ട് ഒഴിവാക്കുമായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും രേണുവിന്റെ ബ്യൂട്ടി പാർലർ പരാമർശം നന്നായിരുന്നു. ഞങ്ങൾ ഓട്ടോമാറ്റിക്കായി എല്ലാവരും വിചാരിക്കണം, കാണാത്തവരുണ്ടെങ്കിൽ പറയാം, ഒരു നല്ല ചീത്ത പേരാണല്ലോ ഇട്ടത്, അപ്പൊ അതിന് വേണ്ടി പറഞ്ഞു നല്ല പേരും ഇടാലോ, കോമഡി ആയിട്ടുള്ള പേരും ഇടാലോ. അങ്ങനെയാണെങ്കിൽ ഗിസേലിന് എന്താ പേരിടുക ഓരോരുത്തരും ചോദിച്ചു, ഓരോരുത്തർ ഓരോ പേര് പറഞ്ഞു. അപ്പൊ രേണു പറഞ്ഞ ബ്യൂട്ടി പാർലർ, അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്തു. നല്ലൊരു രസമായിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിരിച്ചു. സത്യം നമുക്കും തോന്നിയ സംഭവം. പിന്നെ വെച്ചാൽ രേണുവിനോട് വീട്ടിൽ പോകണം എന്നുള്ള വർത്താനം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ അത്ര തന്നെയുള്ളൂ. പിന്നെ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, അനീഷിൻ്റെ കേസ് അല്ലേ. ഇത് ലാസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള സംഭവം. അനീഷ് കഴിഞ്ഞൊരു ആഴ്ച കൊണ്ട് നടത്തിയിട്ടുള്ള പ്രകടനം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ, ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ജീവിതത്തിലൊരു മനുഷ്യൻ ഈ രീതിയിൽ വെറുപ്പിച്ചാൽ എന്താവും അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ ഒരു മനുഷ്യൻ നീക്കുമ്പോൾ ഏറ്റവും വേണ്ട എന്താ അറിയോ, എനിക്കൊക്കെ ഞാൻ എപ്പോഴും നമ്മളോട് പറയാറില്ലേ, ഇത് എന്നോട് പറയില്ലേ, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്, കുട്ടികളൊക്കെ ആണെങ്കിലും ആർക്കാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും സമാധാനം വേണ്ടത് എണീക്കുന്ന സമയത്ത്, അല്ല ഏത് സമയത്തും വേണം വേറെ കഥ, പക്ഷെ എന്നാലും എണീറ്റ് വരുന്ന സമയത്ത് വെറുപ്പിക്കാതിരിക്കുക. എണീറ്റ് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ രാവിലെ ചങ്ങായി തുടങ്ങും. പക്ഷെ ലാലേട്ടനൊന്നും പറഞ്ഞിട്ടില്ല, ഗെയിമിന്റെ ഭാഗമാണ്. ലാലേട്ടൻ സൂചന മറ്റുള്ളവർക്ക് കൊടുത്തു, അതായത് ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് ചോദിച്ചുല്ലേ, ആരോടോ ചോദിച്ചു. അനീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അനീഷ് ഭയങ്കര വെറുപ്പിക്കൽ എന്തോ ആദിലേ പറഞ്ഞു തോന്നുന്നു. അപ്പൊ ആദിലേനോട് പറയുന്നത് ഗെയിമിന്റെ ഭാഗമല്ലേ ചോദിച്ചു, ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അത് അനീഷിന്റെ കാര്യം. അനീഷ് അവിടെ കുറച്ചു കാലം ഉണ്ടാവും കേട്ടോ അല്ലേ, പക്ഷെ അയാൾ ഇങ്ങനത്തെ ക്യാരക്ടർ തന്നെ ആയിരിക്കും, അയാൾക്ക് എത്ര കാലം അങ്ങനെ തുടരാൻ പറ്റും അല്ലേ. പക്ഷെ വേറെ സംഭവമുണ്ട്, ഇയാളുടെ ഈ ഒരു സംഗതി പൊളിയാണെങ്കിൽ സ്ട്രാറ്റജി മാറ്റണം. എന്നും ഇതേ സിറ്റുവേഷനിൽ തുടർന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് വേറെ കോണ്ടന്റ് പരിപാടി ഉണ്ടാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ബിഗ് ബോസിന്റെ ഒരു കളിയാവും. അനീഷ് ഒരു കുഴപ്പമില്ല എന്നുള്ളത് പോലെ ആക്കി വെച്ച് അടുത്ത വീക്ക് ഒന്നും കൂടി അതായിരിക്കും ഒരു പ്രശ്നം. ബിഗ് ബോസിന്റെ ഒരു കളിയാണ്. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഫുള്ളൊന്നും അവിടെ സൂചന കൊടുക്കില്ല. ഇപ്പൊ നാളെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് അങ്ങനെയായിരിക്കും. അപ്പൊ അനീഷിന്റെ അടുത്ത ആഴ്ച ഞാൻ അടിപൊളിയായിരുന്നു. പക്ഷെ നാളെ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ടാവും, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി
ചോദിക്കും അപ്പോഴായിരിക്കും ഒക്കെ പൊളിയ എല്ലാം കൂടി വരുമായിരിക്കാം, എന്താ അറിയില്ല. എന്തായാലും വീഡിയോ ലെങ്തി ആയി തോന്നുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും നല്ലൊരു തിരക്കടില്ലാത്ത ഒരു നഴ്സറി എപ്പിസോഡായിരുന്നു തോന്നി. ആദ്യത്തെ ഒരു മണിക്കൂറോളം ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നമ്മൾ മെയിനായിട്ട് സംഭവം എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വീഡിയോ ചെയ്ത പോലെ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. നമ്മൾ പ്രൊമോ കണ്ടിട്ട് ഇനി പ്രതീക്ഷിക്കില്ല എന്തേ. പക്ഷെ എന്നാലും ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് അക്ബറിൻ്റെ കേസ്. അക്ബറിനെ ഏകദേശം പുറത്താക്കി എന്ന് വരെയാണ് വന്നിട്ടുള്ളത്. അക്ബർ പുറത്ത്, രേണുസുതി പുറത്ത്, വീഡിയോ ചെയ്തതിന് രേണുസുതി പുറത്ത്, അക്ബർ പുറത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ. അക്ബറിൻ്റെ കേസ് ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ അതൊന്നും പിന്നെ അവിടെ ഉണ്ടായില്ല. ഒരുപക്ഷെ ബിഗ് ബോസും അത് ഗെയിം എന്നുള്ള കണ്ടീഷനിൽ കൺസിഡർ ചെയ്തായിരിക്കാം അല്ലേ. അപ്പോൾ അത്ര തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇതും ഇല്ല. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ നാളെ സൺഡേ എപ്പിസോഡായിട്ട് വരാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.